ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഫുഡിൻ്റെ വ്ളോഗൊക്കെ കണ്ടിട്ട് എന്ത് ചെയ്യും, പുറത്ത് പോയിട്ട് നല്ല ഫുഡ് കഴിക്കുന്ന ഒരു പ്രവണത കൂടിയിട്ടുണ്ടെന്നുള്ള ഈ വ്ളോഗ്സിലൊക്കെ കൂടുതൽ നല്ലൊരു ആംബിയൻസ് ഉള്ള ഏരിയ അവർ പറയും, അതേപോലെ തന്നെ ഫുഡിൻ്റെ ടേസ്റ്റ് പറയും, അതിൻ്റെ പ്രൈസ് പറയും, അതേപോലെ തന്നെ അൺലിമിറ്റഡ് ആണ്, അങ്ങനെയുള്ള പല വിഷയങ്ങളും പറയും. ചില ആളുകൾ അൺലിമിറ്റഡ് താല്പര്യപ്പെട്ട് പോകുന്ന ആളുകളൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇതൊന്നും നമുക്ക് ഹെൽത്തി ആയിട്ട് നോക്കേണ്ട വലിയ ഗുണങ്ങളൊന്നുമില്ല. നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് പ്രൈസൊക്കെ നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ ഓവർ വെന്ത ഫുഡ് കഴിക്കരുത്. അത് കൂടുതൽ നല്ല രീതിയിൽ വെന്ത് ഇങ്ങനെ ഉള്ളതാണെങ്കിൽ ഗ്ലൈസമിക് അടിച്ച് കയറും, ഈ പറഞ്ഞ പോലെ ഇൻസുലിൻ നല്ല സ്പൈക്ക് ചെയ്യും, ഇത് പ്രശ്നമാണ്. അപ്പോൾ എപ്പോഴും റൈസുകൾ വേർതിരിച്ച രീതി കിട്ടണം. അതുമാത്രമല്ല ഓയിലുകൾ കൂടുതൽ ഉണ്ടാകരുത്. പലപ്പോഴും ഓയിലുകൾ നല്ല രീതിയിൽ ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ ഉണ്ടാക്കി കൊളസ്ട്രോൾ കൂട്ടും, ഫാറ്റി ലിവറൊക്കെ വരുത്തും. പാം ഓയിലാണെന്നുണ്ടെങ്കിൽ ഗ്യാസ്ട്രോ പാരസിസ് എന്ന് പറയുന്ന കണ്ടീഷനൊക്കെ കിട്ടും, അതായത് കോൺസ്റ്റിപ്പേഷനും ഒക്കെ ഉണ്ടാക്കും എന്നുള്ളത് തന്നെ. അതുമാത്രമല്ല നമ്മൾ സ്പൈസസുകൾ ഓവറാകരുത്. സ്പൈസസ് ഓവറായാലും ഗ്യാസ്ട്രിക് ഇറിറ്റേഷനും അൾസർ വരാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണെന്നുള്ളതാണ്. അതുമാത്രമല്ല നമ്മളിപ്പോൾ മാംസം കഴിക്കുകയാണെങ്കിൽ തന്നെ പക്ക നല്ല രീതിയിൽ വെന്തതായിരിക്കും. ചിലപ്പോൾ നമ്മൾ അടിച്ച് പരത്തി നൂല് പോലെ എടുക്കുന്ന രീതിയിലുണ്ടായിരിക്കും, പക്ഷേ നല്ല രീതിയിൽ ജ്യൂസി ആയിട്ട് വെന്ത് കിട്ടിയതെന്നാണെന്ന് ഉറപ്പുവരുത്തുക. അതുമാത്രമല്ല ഇപ്പോൾ കനലിലൊക്കെ ചുട്ടെടുത്താണെങ്കിൽ കരികളൊന്നും ഇല്ല എന്നുള്ള ഉറപ്പുവരുത്തുക. കൂടുതൽ സ്പൈസസ് ഇല്ല എന്നുള്ളത് എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ഇതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ അൺലിമിറ്റഡ് ആണ് ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവും, പോസ്റ്ററും ഓഫറൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ ലിമിറ്റഡ് ആയിട്ട് മാത്രം ആവശ്യത്തിന് കഴിക്കാൻ ശ്രദ്ധിക്കുക. സലാഡുകൾ കൂടുതൽ കഴിക്കുക, മയോണൈസ് പോലുള്ളതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് മാറ്റി വയ്ക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ വ്ളോഗ് കണ്ടിട്ട് മാത്രം എന്ത് ചെയ്ത് നമ്മൾ പോകരുത്, നമ്മളെയും കൂടി ഫോക്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഭക്ഷണം കഴിക്കാൻ പോവുക. അപ്പോൾ എപ്പോഴും ലിമിറ്റഡ് ആയിട്ട് കഴിക്കുക, അമിതമായിട്ട് എടുക്കാതിരിക്കുക. മാത്രമല്ല വിശക്കുന്ന സമയത്ത് മാത്രം ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. എങ്കിൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് പോകാൻ പറ്റും.